നിരക്ഷരരായ, അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത, ഒട്ടകത്തിന്റെ മൂക്കുകയർ മാത്രം പിടിച്ച് പരിചയമുള്ള ഒരു തരം കാട്ടാളന്മാരായ, രാക്ഷസന്മാരായ മനുഷ്യന്മാർക്ക് ഇടയിലേക്ക് റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒരാളെ പ്രവാചകനായി നിയോഗിച്ചു. യതുലു അലൈഹിം ആയാതി, അവർക്ക് അള്ളാഹുവിന്റെ, പടച്ച തമ്പുരാന്റെ, ഈശ്വരന്റെ, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ വചനങ്ങൾ അവരെ ഓതിക്കേൽപ്പിച്ചു. വയുസക്കീഹിം, ആ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് അവരെ കഴുകിയെടുത്തു. മനസ്സ് മലിനമായി പോയ വൃത്തികെട്ട രാക്ഷസന്മാരെ സംസ്കരിച്ച് സാക്ഷരരാക്കി മാറ്റി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാസങ്ങളും വർഷങ്ങളും കേവലം ഒരു മിണ്ടാപ്രാണിയുടെ പേരിൽ പോലും പരസ്പരം കടിച്ചു കയറിയിരുന്ന മനുഷ്യർ, ആ മനുഷ്യർ എത്രത്തോളം വലുതായി. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞു, ഞാൻ ഇന്ത്യ രാജ്യത്ത് സ്വപ്നം കാണുന്ന ഭരണം അത് രാമന്റെ ഭരണമാണ്, രാമരാജ്യമാണ്. ഏതാണ് ആ രാമരാജ്യമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന രാമരാജ്യം ഖലീഫ ഉമറിന്റെ രാജ്യമാണ്. ഒട്ടകത്തിന്റെ മൂക്കുകയെ പിടിക്കുന്നിടത്ത് നിന്ന് ഒരു രാജ്യത്തെ, ലോകത്തെ തന്നെ നയിക്കുമാറ് അവരെ സംസ്കരിച്ച് ഫുഡം ചെയ്ത് സാക്ഷരരാക്കി മാറ്റുകയായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.